ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. വെള്ളാപ്പള്ളി നടേശൻ മൈക്രോ ഫിനാൻസിംഗിലും കോടികളുടെ അഴിമതി നടത്തിയെന്ന് VS. ക്രമക്കേട് കണ്ടെത്തിയ അന്വേഷണ റിപ്പോർട്ട് VS പുറത്തുവിട്ടു. കോഴയ്ക്ക് ഉത്തരം പറയാതെ വെള്ളാപ്പള്ളിയെ വിടില്ല. എന്ത് വേറെയും പള്ളു പറഞ്ഞു കണക്ക് വയ്ക്കേ എന്നാണ് VS പുറത്തുവിട്ട കണക്കുകൾ തെറ്റെന്ന് വെള്ളാപ്പള്ളി. ഈ പറയുന്ന ആരോപണങ്ങൾ മുഴുവൻ തെറ്റാണ്. കോഴ ആരോപണത്തിൽ ഇന്നും മറുപടിയില്ല. വെള്ളാപ്പള്ളി BJP സഖ്യത്തിനെതിരായ പോരാട്ടത്തിലൂടെ കേരളത്തിലെ പാർട്ടിയിൽ ഐക്യമുണ്ടായതായി സീതാറാം യെച്ചൂരി. നിലവിലെ യോജിപ്പ് തുടരുമെന്ന് CPIM ജനറൽ സെക്രട്ടറി. We will go directly to the people and unitedly we'll do that. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തെരഞ്ഞെടുപ്പ് UDF സർക്കാരിന്റെ വിലയിരുത്തലെന്ന് മുഖ്യമന്ത്രി. പിന്നെ ഇപ്പോഴാണ് ചോദിക്കുന്നത്. ഇപ്പം ചോദിച്ചാൽ അത് വേണമെങ്കിൽ ആനം തന്നെ വെച്ചു. കോട്ടയത്തും കോഴിക്കോട്ടും UDFൽ തർക്കം രൂക്ഷം. VKC മുഹമ്മദ് കോയ കോഴിക്കോട്ടെ LDFന്റെ മേയർ സ്ഥാനാർത്ഥി. തോട്ടം തൊഴിലാളികളുടെ കൂലി പ്രശ്നത്തിൽ ഇന്നത്തെ PLC യോഗവും പരാജയം. വികാരാധീനരായി സമരമുഖത്തെ പൊമ്പിള ഒരുമൈ പ്രവർത്തകർ. പ്രതിഷേധം ശക്തമാക്കാൻ ട്രേഡ് യൂണിയനുകളും. കശുവണ്ടി കോർപ്പറേഷനിലെ അഴിമതിയിൽ CBI അന്വേഷണത്തിന് മന്ത്രിസഭാ തീരുമാനം. ടോമിൻ തച്ചങ്കരിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ. ഭാര്യയുടെ ബിസിനസ്സിലെ പങ്കാളിത്തം തച്ചങ്കരി സർക്കാരിൽ നിന്ന് മറച്ചുവെച്ചു. കണ്ണൻ ദേവൻ കമ്പനി പോലീസ് അന്വേഷണവുമായി സഹകരിക്കണമെന്ന് ഹൈക്കോടതി. രേഖകൾ ഉടൻ ഹാജരാക്കണം. SFIയുടെ ബീഫ് ഫെസ്റ്റിവൽ. കോട്ടയത്തും കോഴിക്കോട്ടും സംഘർഷം. ബീഫ് ഫെസ്റ്റിനെ അനുകൂലിച്ച നിലപാടിൽ ഉറച്ച കേരളവർമ്മ കോളേജിലെ അധ്യാപിക ദീപ. അതിനെക്കുറിച്ചിട്ട് എനിക്ക് ആ പോസ്റ്റ് ഇട്ടതിലൊരു അത് ഞാൻ ഇട്ടതൊക്കെ ഇപ്പോഴും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. ദാദ്രി കൊലപാതകം രാജ്യത്തിന് കളങ്കമെന്ന് രാഷ്ട്രപതി. Allow the core values of our civilization to be wasted. രാജ്യത്തിന്റെ മതസഹിഷ്ണുത സംരക്ഷിക്കാൻ നടപടി വേണം. ദാദ്രിയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് VHP നേതാവ് സാധ്വി പ്രാജിയെ തടഞ്ഞു. ISL രണ്ടാം റൗണ്ട് പോരാട്ടങ്ങൾ തുടങ്ങി. FC ഗോവയ്ക്കെതിരെ അത്ലറ്റിക്കോ കൊൽക്കത്ത. കൊൽക്കത്ത ആദ്യ ഗോളടിച്ചു. 2020 പരമ്പരയിൽ ആശ്വാസ ജയം തേടി ഇന്ത്യ നാളെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ. കട്ടക് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ. ഒഡീഷ ക്രിക്കറ്റ് അസോസിയേഷനോട് BCCI വിശദീകരണം തേടി. വെള്ളാപ്പള്ളി നടേശനെതിരെ പുതിയ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മൈക്രോ ഫിനാൻസ് ഇടപാടുകൾ നടേശൻ കോടികളുടെ അഴിമതി നടത്തിയതായി VS ആരോപിച്ചു. വ്യാജവിലാസങ്ങൾ നൽകി ലക്ഷങ്ങൾ തട്ടിയെന്ന് കണ്ടെത്തിയ പിനാക്ക വികസന കോർപ്പറേഷന്റെ അന്വേഷണ റിപ്പോർട്ട് VS പുറത്തുവിട്ടു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ CBI അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും ഇല്ലെങ്കിൽ താൻ നിയമപരമായി നടപടികൾ സ്വീകരിക്കുമെന്നും VS മുന്നറിയിപ്പ് നൽകി. SNDPക്ക് കീഴിലുള്ള 250 സ്വയം സഹായ സംഘങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ വേണ്ടി 5 കോടി രൂപയാണ് പിന്നോക്ക വികസന കോർപ്പറേഷൻ യോഗത്തിന് വായ്പ നൽകിയത്. എന്നാൽ വായ്പ നൽകിയിട്ടും യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തതിനെ തുടർന്ന് പിന്നോക്ക വികസന കോർപ്പറേഷൻ പരിശോധന നടത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തു വന്നത്. യോഗ സമർപ്പിച്ച ലിസ്റ്റിലുള്ള 75% സ്വയം സഹായ സംഘങ്ങളും വ്യാജമാണെന്ന് പിന്നോക്ക വികസന കോർപ്പറേഷൻ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. മാത്രമല്ല 2% പലിശ നിരക്കിലാണ് യോഗത്തിന് പിന്നോക്ക വികസന കോർപ്പറേഷൻ വായ്പ നൽകിയത്. 5% പലിശ മാത്രമേ വായ്പ നൽകുന്നവരിൽ നിന്ന് ഈടാക്കാവൂ എന്നും കോർപ്പറേഷൻ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ SNDP പിന്നോക്കക്കാർക്ക് വായ്പ നൽകിയതാകട്ടെ 12% പലിശയ്ക്കും. ആളുകളുടെ പേരും വ്യാജമായ അഡ്രസ്സും നൽകിയാണ് കോർപ്പറേഷനെ കബളിപ്പിച്ചിരിക്കുന്നത്. പണം കൈപ്പറ്റിയവരെന്ന് SNDP അറിയിച്ചവരിൽ നിന്ന് വിവരം ശേഖരിച്ചപ്പോൾ അത്തരത്തിൽ പണം കൈപ്പറ്റിയിട്ടില്ലെന്നാണ് പലരും പറഞ്ഞതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ക്രമക്കേട് കണ്ടെത്തിയിട്ടും നടപടിയെടുക്കേണ്ടെന്ന് പിന്നോക്ക വികസന കോർപ്പറേഷന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതായി VS അച്യുതാനന്ദൻ ആരോപിച്ചു. അതേപോലെ തന്നെ ഇത് സംബന്ധിച്ച് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടി പിടിച്ചു വച്ചിരിക്കുകയാണ്. CBIയെ ഈ അന്വേഷണം ഏൽപ്പിക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. സർക്കാർ ഇതിന് തയ്യാറാകുന്നില്ലെങ്കിൽ ഇക്കാര്യത്തിൽ നിയമപരമായ നടപടികൾക്ക് ഞാൻ മുൻകൈയെടുക്കുകയും ചെയ്യും. അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിലും അന്വേഷണം വേണമെന്നാണ് VS വ്യക്തമാക്കിയിരിക്കുന്നത്. സേഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം. അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാർ SNDP യോഗം, PM മനോജ് ദേശാഭിമാനി, അഡ്വക്കേറ്റ് ചെറുന്നിയൂർ ജയപ്രകാശ് SNDP യോഗത്തിന്റെ മുൻ പ്രവർത്തകൻ, ശ്രീ NM Pearson, ശ്രീ VV രാജേഷ് എന്നിവർ ചർച്ചയിൽ. ആദ്യം അഡ്വക്കേറ്റ് KM സന്തോഷ്,
എത്രയോ നാളുകളായി VS അച്യുതാനന്ദൻ SNDP യോഗ നേതൃത്വത്തിനെതിരെ, വെള്ളാപ്പള്ളി നടേശനെതിരെ വളരെ ഗുരുതരമായ ക്രമക്കേടുകൾ ആരോപിക്കുന്നു. ഈ ആരോപണങ്ങൾ പുച്ഛിച്ചു തള്ളുന്നു എന്ന് പറയുകയല്ലാതെ ഒരൊറ്റ തവണ പോലും ആർജവത്തോടുകൂടി വസ്തുതാപരമായി മറുപടി നൽകാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല SNDP യോഗത്തിന്? SNDP യോഗത്തിന് മറുപടി നൽകുന്നതിന് യാതൊരു മടിയുമില്ല. SNDP യോഗം ജനറൽ സെക്രട്ടറിയെയും SNDP യോഗത്തെയും അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി VS അച്യുതാനന്ദൻ, ബഹുമാന്യനായ അച്യുതാനന്ദൻ ഓരോ ദിവസവും ഓരോ അഴിമതി കഥകളുമായി പുറത്തു വരികയാണ്. ഞാൻ ചോദിക്കട്ടെ, SNDP യോഗത്തിൻ്റെ മൈക്രോ ഫിനാൻസിനെ സംബന്ധിച്ച് തട്ടിപ്പുകൾ പറയുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ ശ്രീ VS അച്യുതാനന്ദനെ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം CBIക്ക് വിടണമെന്ന് പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണം CBIക്ക് വിടട്ടെ. SNDP യോഗത്തിനെ നേരിടുവാനുള്ള എല്ലാ ആർജവവും തൻ്റെ ഇടവുമുണ്ട്. SNDP യോഗത്തിന് ഇദ്ദേഹം പറയുന്ന പോലെ മൈക്രോ ഫിനാൻസ് 2% കിട്ടുന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. ഞാനും ഒരു SNDP യൂണിറ്റ് സെക്രട്ടറിയാണ്. ഇത് SNDP യോഗത്തിൽ നിന്ന് ഫണ്ട് കൊടുക്കുന്നത് വ്യക്തവും സുതാര്യവുമായിട്ടാണ്. പിന്നോക്ക വികസന കോർപ്പറേഷൻ അനുവദിച്ചത് 4,90,00,000 രൂപയാണ്. അത് യൂണിയനുകൾക്ക് SNDP യോഗത്തിലേക്ക് വരികയും അത് ചെക്ക്, ക്രോസ് ചെക്ക് അതാത് യൂണിയനുകൾക്ക് കൊടുക്കുന്നതാണ്. അത് യൂണിയനുകളാണ് ആ തുകകൾ താഴെ സംഘങ്ങൾക്ക് കൊടുക്കുന്നത്. പക്ഷേ അതിൽ എന്നുള്ളത് VS അച്യുതാനന്ദന്റെ കണ്ടെത്തൽ അല്ല. ഒരു നയാ പൈസയുടെ ശ്രീ സന്തോഷ് കുമാർ, VS അച്യുതാനന്ദൻ കണ്ടെത്തിയതല്ല. ഒന്ന്, പിന്നാക്ക വികസന കോർപ്പറേഷനിലെ ജില്ലാ ഡയറക്ടർമാർ അതിന്റെ മാനേജിംഗ് ഡയറക്ടർക്ക് അയച്ച അന്വേഷണ റിപ്പോർട്ടുണ്ട്. അതായത് ഈ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റിൽ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളെന്ന് പരിശോധിച്ച് മനസ്സിലാക്കി പിന്നാക്ക വികസന കോർപ്പറേഷൻ തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ട്. CMDയുടെ അന്വേഷണ റിപ്പോർട്ടുണ്ട്. വിജിലൻസ് അന്വേഷണം ഇക്കാര്യത്തിൽ ഉള്ളതായി VS അച്യുതാനന്ദൻ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വസ്തുതാപരമാണ്. ഇതിൽ പിന്നാക്ക വികസന കോർപ്പറേഷന്റെ വിവിധ ജില്ലാ ഘടകങ്ങൾ ഇതിന്റെ വസ്തുത പരിശോധിച്ച് മാനേജിംഗ് ഡയറക്ടർക്ക് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് കൈവശം ഇരിപ്പുണ്ട്. അതുകൊണ്ട് VS അച്യുതാനന്ദൻ എന്തോ പറയുന്നു എന്ന് കരുതണ്ട. ഇക്കാര്യത്തിന് വസ്തുതാപരമായ മറുപടിയാണ് ആവശ്യം. അല്ല വസ്തുതാപരമാണെങ്കിൽ ഇവിടെ ചോദ്യം whether there is any misappropriation of fund. ഏതെങ്കിലും കുറ്റകരമായ രീതിയിൽ ഫണ്ട് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരമാണ്. അത് തെളിയിക്കണം. അത് തെളിയിക്കാനായിട്ട് ഏത് അന്വേഷണത്തെയും നേരിടാൻ SNDP യോഗത്തിന് ആർജവമുണ്ട്, തൻ്റെ ഇടമുണ്ട്. ഇവിടെ ഒരു പുതിയ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഉണ്ടാകുന്നു എന്നറിഞ്ഞപ്പോൾ അതിനെ തകർക്കാൻ ഓരോ ദിവസവും ഓരോ അതിൽ വിജയിച്ചത് കോഴിക്കോട് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് മാനേജിംഗ് ഡയറക്ടർക്ക് അയച്ച കത്ത്, അതായത് യൂട്ടിലിറ്റി സംബന്ധിച്ച് അവർ പഠിച്ച് വിവിധ യൂണിറ്റുകളിൽ പോയി പഠനം നടത്തിയതിന് ശേഷം നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഞാനൊന്ന് വായിക്കാം. ഒരു നിമിഷം താങ്കൾ സഹകരിക്കൂ. വടകരയിൽ 10 യൂണിറ്റിലെ 148 ഗുണഭോക്താക്കൾക്ക് വേണ്ടി 20 ലക്ഷം അനുവദിച്ചു എന്നാണ് SNDP യോഗത്തിൻ്റെ കയ്യിലുള്ള കണക്ക്. പക്ഷേ ഒരു സംഘത്തിനും ഇത് കിട്ടിയിട്ടില്ല. ഇത് കൺവീനർമാർ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. ഇത് പിന്നാക്ക വികസന കോർപ്പറേഷൻ്റെ കോഴിക്കോട് ജില്ലാ ഘടകം അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറെ അറിയിച്ചതാണ്. കോഴിക്കോട് ജില്ലയിലെ തന്നെ പയ്യോളിയിലെ 10 യൂണിറ്റിൽ 163 ഗുണഭോക്താക്കളാണുള്ളത്. ഇവർക്ക് വേണ്ടി 20 ലക്ഷം നൽകിയെന്നാണ് SNDP യോഗത്തിൻ്റെ കണക്ക്. പക്ഷേ 10 ലക്ഷമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി 10 ലക്ഷം എവിടെ പോയി? കോഴിക്കോട് ജില്ലയിലെ തന്നെ തിരുവമ്പാടിയിൽ അവിടെ യൂട്ടിലിറ്റി ലിസ്റ്റ് പ്രകാരം 10 യൂണിറ്റുകൾക്ക് 20 ലക്ഷം കൊടുത്തു എന്നാണ് കണക്ക്. പക്ഷേ പരിശോധനയിൽ 1 ലക്ഷം വെച്ച് ആകെ 10 ലക്ഷമേ നൽകിയിട്ടുള്ളൂ. അവിടെയും 10 ലക്ഷം കാണാനുണ്ട്. ഇങ്ങനെ കൊടുത്ത പണം എവിടെ പോയി എന്ന് പറയാനുള്ള ബാധ്യത SNDP യോഗത്തിനെ സംബന്ധിച്ചുണ്ട്. പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് എടുത്ത പണം വേറെ മറിച്ച് വായ്പ കൊടുത്തോ, ബ്ലേഡ് പലിശയ്ക്ക് കൊടുത്തോ? ഇതിനൊക്കെയുള്ള ഉത്തരം വേണം. തീർച്ചയായിട്ടും ഉത്തരവുണ്ട്. SNDP യോഗത്തിലേക്ക് പിന്നോക്ക വികസന കോർപ്പറേഷന് ഫണ്ട് 4,90,00,000 രൂപ കിട്ടിയിട്ടുണ്ട്. അത് താഴെയുള്ള യൂണിയനുകൾക്ക് ചെക്ക് എഴുതി ചെക്ക് പ്രകാരമാണ് യോഗം കൊടുത്തിട്ടുള്ളത്. അത് താഴെ അത് ഡിസ്പേഴ്സ് ചെയ്യുന്നത്, അത് താഴേക്കുള്ള ഫണ്ട് കൊടുക്കുന്നത് അതാത് യൂണിയനുകളാണ്. ഒരിക്കലും SNDP യോഗത്തിന് അതിന് ഡയറക്റ്റ് ബന്ധമില്ല. ഒരു കാരണവശാലും SNDP യോഗമോ അതിൻ്റെ താഴെയുള്ള യൂണിയനുകളോ ഒരു പൈസ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുകയോ മിസ്യൂസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അങ്ങനെയുണ്ടെങ്കിൽ അത് കുറ്റകരമാണ്. അതിനുവേണ്ടി ഏത് അന്വേഷണത്തെയും നേരിടാൻ SNDP യോഗത്തിന് ആർജവമുണ്ട്. CBI കേസെടുക്കുന്നില്ലെങ്കിൽ ബഹുമാന്യനായ അച്യുതാനന്ദൻ കേസെടുപ്പിക്കട്ടെ. എടുത്താൽ അതിനെ ഫേസ് ചെയ്യാനുള്ള ശക്തിയുണ്ട്, അതിനെ തെളിയിക്കാനുള്ള ശക്തിയുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ബഹുമാന്യനായ അച്യുതാനന്ദൻ ആലപ്പുഴ പാർട്ടി കമ്മിറ്റിയിൽ നിന്ന് സന്തോഷ് കുമാർ, ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലയുടെ കണക്കിന്റെ കാര്യം പറഞ്ഞുവല്ലോ. കൊല്ലം ജില്ലയിൽ കൊല്ലത്തെ ഡിസ്ട്രിക്ട് ഓഫീസ് സംസ്ഥാനത്തെ പിന്നാക്ക വികസന കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർക്ക് അയച്ച വസ്തുതാ റിപ്പോർട്ട് ഇങ്ങനെയാണ്. നിർദ്ദേശിച്ച പ്രകാരം റെക്കോർഡുകൾ പരിശോധിക്കാൻ NGOയോട് രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അവർ അതിന് വിമുഖത കാട്ടി.
യൂട്ടിലൈസേഷൻ ലിസ്റ്റ് പരിശോധിച്ചതിൽ പ്രഥമദൃഷ്ട്യാ വ്യത്യാസങ്ങൾ ഉള്ളതായി മനസ്സിലാക്കുന്നു. ആദ്യം തന്ന 25 യൂണിയനുകൾക്ക് വായ്പ നൽകിയതായി പറഞ്ഞിരുന്നെങ്കിൽ രണ്ടാമത്തെ ലിസ്റ്റിൽ അത് 39 യൂണിയനുകൾക്ക് വായ്പ നൽകിയതായി എന്ന് കാണുന്നു. യൂട്ടിലൈസേഷൻ ലിസ്റ്റ് പ്രകാരം ജില്ലാ മാനേജർമാർ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലിസ്റ്റ് ഒറിജിനൽ ലിസ്റ്റുമായി കാര്യമായ വ്യത്യാസം വന്ന സാഹചര്യം ഉണ്ട്. മൈക്രോ ക്രെഡിറ്റ് ഗൈഡ് ലൈൻസ് പ്രകാരം ചാർജ് ചെയ്ത വായ്പാ തുക മുഴുവനായി തിരിച്ചടപ്പിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണം. ഇങ്ങനെ ഓരോ ജില്ലയിലും താങ്കൾ പറഞ്ഞ മിസ് അപ്രോപ്രിയേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നതിനുള്ള സംസാരിക്കുന്ന തെളിവുകളാണിവ. സംസാരിക്കുന്ന തെളിവുകൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് കേസുകൾ എടുക്കണം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇവിടുത്തെ അഭിലാഷ ഞാൻ പറയട്ടെ, ഇവിടുത്തെ പ്രശ്നം ഒരു ക്രിമിനൽ കുറ്റം നടന്നിട്ടുണ്ടെങ്കിൽ, മിസ്അപ്രോപ്രിയേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ, മിസ്അപ്രോപ്രിയേറ്റ് ചെയ്ത ആൾക്ക് എന്താണ് ബെനിഫിറ്റ് ഉണ്ടായെന്ന് നോക്കണം. ഇവിടെ SNDP യോഗം ജനറൽ സെക്രട്ടറി മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്നെങ്കിൽ SNDP യോഗത്തിന്റെ ഇതിലേക്ക് വരുന്ന ഫണ്ട് അത് SNDP യോഗം ചെക്ക് എഴുതി ഒപ്പിട്ട് താഴെയുള്ള യൂണിയനുകൾ കൊടുത്തിട്ടുള്ളതാണ്. യൂണിയനാണ് ആ തുകകൾ ഡിസ്പേഴ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് താഴെയുള്ള യൂണിറ്റുകൾ കൊടുക്കുന്നത്. അത് SNDP യോഗം ജനറൽ സെക്രട്ടറി അപഹരിച്ചു എന്ന് പറയുന്നത് അപഹാസ്യമാണ്. തുടരുക. ശ്രീ PM മനോജ്, പിനാക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് SNDP യോഗം വായ്പ എടുത്തിട്ടുണ്ട്. അത് താഴത്തെ യൂണിയനുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ വെച്ചാണ് അത് വിതരണം ചെയ്തത്. അവിടെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി കാശടിച്ചു എന്ന് പറയാൻ എന്തുണ്ട് എന്നാണ് SNDP യോഗത്തിന്റെ ചോദ്യം. ഒരു നിമിഷം താങ്കളിലേക്ക് വരാം. ഒന്നും ആരോപണമായി ഉന്നയിക്കുന്നില്ല. അത് ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്ന് പറയാനും കഴിയില്ല. കാരണം വളരെ നേരത്തെ SNDP രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് പറയുന്നതിന് എത്രയോ മുമ്പ് വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾ ആവശ്യപ്പെട്ട അദ്ദേഹത്തോട് മിണ്ടാതിരിക്കാൻ പറയും. വിവരാവകാശ പ്രകാരം ഞങ്ങൾ ആവശ്യപ്പെട്ട രേഖകളാണിത്. ഇതിൽ ഞാൻ ആരോപണമല്ല, ഇതിൽ ആലപ്പുഴ ജില്ല, നമ്മളിപ്പോൾ കൊല്ലവും കോഴിക്കോടൊക്കെ പറഞ്ഞു, ആലപ്പുഴ ജില്ലയിലെ ഓഫീസർ അയച്ച കത്തിലെ ഒരു വാചകം ഞാൻ വായിക്കാം. അതായത് 30/9/2014 കൊല്ലം ഓഫീസിൽ നിന്നും SNDP തിരുവമ്പാടി യൂണിറ്റിൽപ്പെട്ട SHGകളുടെ ലിസ്റ്റ് പരിശോധിച്ച് വിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ട് അവിടെ ചെന്നു. എവിടെ? ആലപ്പുഴ ജില്ലയിലെ തിരുവമ്പാടി എന്ന സ്ഥലത്താണ് ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ പ്രസ്തുത സ്ഥലത്തെ SNDP ഭാരവാഹികൾക്ക് വായ്പയെ സംബന്ധിച്ച് ഒരു അറിവുമില്ല എന്നറിയിച്ചു. തുടർന്ന് സ്ഥലം ഉൾപ്പെട്ട അമ്പലപ്പുഴ താലൂക്ക് SNDP ഭാരവാഹികളെ സമീപിക്കുകയും വായ്പ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന മറുപടി നൽകുകയും ചെയ്തു. ഈ വിവരം കൊല്ലം മാനേജറെ അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖ, വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾക്ക് ലഭിച്ച രേഖ, ഇതിൻ്റെ വിനിയോഗ സർട്ടിഫിക്കറ്റ്, വിനിയോഗ കാര്യങ്ങൾ ചോദിച്ച് അത് പറ്റില്ല എന്ന് പറഞ്ഞ് 3 തവണ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എഴുതിയ കത്തുണ്ട്. അത് എന്ന് മാത്രമല്ല, ഞാൻ ഇവിടെ പുതിയൊരു കാര്യം കൂടി പറയാൻ പോവാണ്. കാരണം ഈ 5 കോടി രൂപയുടെ കാര്യം പറഞ്ഞല്ലോ. എന്നാൽ 2003 മുതൽ 10 വരെ 10,85 ലക്ഷം രൂപ ഇതുപോലെ മൈക്രോ ഫൈനാൻസിന് വേണ്ടി വേറെ വാങ്ങിയിട്ടുണ്ട്. അതിൽ 3 വർഷം വിനിയോഗിച്ച തുകയെ സംബന്ധിച്ച് അക്കൗണ്ടന്റ് ജനറൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ AG റിപ്പോർട്ട് നമ്മുടെ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അതും അവർ പൂർത്തി വച്ചിരിക്കുകയാണ്. അതിനർത്ഥം ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയാണ് SNDP യോഗം. അത് എപ്പോഴ്? 2012 ജൂലൈ 3 ചേർന്ന SNDP യോഗം കൗൺസിൽ ചേർന്നിട്ടാണ് ഈ 5 കോടി രൂപ വായ്പ വാങ്ങാനും അത് വിനിയോഗിക്കാനും അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത്. എന്നിട്ടോ 3 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ഞാൻ അഴിമതി നടത്തിയെന്നോ തട്ടിപ്പ് നടത്തിയോ എന്ന് പറയുന്നില്ല. തിരിമറി നടന്നിട്ടുണ്ട്. അത് തിരിമറി അഴിമതിയാണോ തട്ടിപ്പാണോ എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. അത് ശരിയാണ്. പക്ഷെ തിരിമറി നടത്തിയിട്ടുണ്ട്. ആ തിരിമറി 3 തരത്തിലാണ് നടന്നത്. ഒന്ന്, ഇല്ലാത്ത സംഘങ്ങളുടെ പേരിൽ വായ്പ വാങ്ങിയിട്ടുണ്ട്. അത് ആ പ്രദേശത്ത് കാസർഗോഡ് ജില്ലയിൽ ആർക്കും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഗുരുവിൻ്റെ പേരിലൊക്കെയാണ് സംഘം ഉണ്ടെന്ന് എഴുതി ചേർത്തിട്ട് പൈസ വാങ്ങി അത് വേറെ എവിടെയോ കൊണ്ടുപോയി. 2, ഈ 5% പലിശയ്ക്ക് കൊടുക്കേണ്ട പൈസ അത് 12 VS 12 എന്നാണ് പറഞ്ഞത്, 14% പലിശയ്ക്ക് വരെ വിതരണം ചെയ്തിട്ട്. 2, 3 വാങ്ങിയ പൈസ 10, ഇപ്പോൾ കണ്ടല്ലോ 10 ലക്ഷം 20 ലക്ഷം രൂപ വാങ്ങി 10 ലക്ഷമേ വിതരണം ചെയ്തിട്ടുള്ളൂ. ബാക്കി 10 ലക്ഷം എവിടെ? അത് ഈ 2% പലിശയിലേ തിരിച്ചു കൊടുക്കണ്ടു. എന്തൊക്കെ ബിസിനസ് ഉണ്ട് നാട്ടിൽ? പട്ടായയിൽ ഫ്ലാറ്റ് ഉൾപ്പെടെ ഉണ്ട്. ഇതിനൊക്കെ ചെലവാക്കുകയും അത് പിന്നെ കിട്ടുന്ന ലാഭം അത് ഈ പലിശ ഇനത്തിൽ കൊടുക്കുകയും ചെയ്താൽ മതിയല്ലോ. അതാണ് താങ്കൾ ഉന്നയിക്കുന്ന രാജേഷ്. ഇത് CP ദിലീപ് ദീപം പാലോട്ടുകോണം റോഡ് വഴുതക്കാട് PO തിരുവനന്തപുരം എന്ന ആൾക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലൂടെ പുറത്തുവന്ന ഔദ്യോഗികമായ രേഖകളാണ്.
അതുകൊണ്ട് രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന ആരോപണമാണ് എന്ന് പറഞ്ഞ് തള്ളാൻ സാധിക്കുകയില്ല. കള്ളപ്പണത്തിനെതിരെയൊക്കെ വലിയ നിലപാടുകൾ എടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണല്ലോ BJP. ഇങ്ങനെ പിന്നാക്കക്ഷേമ ബോർഡിൽ നിന്ന് 2% പലിശയ്ക്ക് പണം എടുത്ത് അത് ദുരുപയോഗം ചെയ്തത് വലിയ അഴിമതി എന്നാരോപിക്കാവുന്ന ഒരു രാഷ്ട്രീയ വിഷയമാണല്ലോ. ഇപ്പോൾ ബാന്ധവം ഉണ്ടാക്കിയിരിക്കുന്നു SNDP യോഗം BJPയുമായി എന്നതുകൊണ്ട് BJP പോലൊരു പ്രസ്ഥാനത്തിന് ന്യായീകരിക്കാൻ പറ്റുമോ ഇതിനെ? അഭിലാഷ്, ഇത്രത്തോളം രേഖകളൊക്കെ കയ്യിലുണ്ട്. ഇപ്പോൾ എന്തായാലും SNDP യോഗം കൈകാര്യം ചെയ്ത സാമ്പത്തിക കണക്കുകളുടെ കുറിച്ച് ആ വിവരങ്ങളെക്കുറിച്ച് ആധികാരികമായി പറയേണ്ടത് SNDP യോഗത്തിൻ്റെ പ്രതിനിധികളാണ്. അവരത് വിശദീകരിച്ചു കഴിഞ്ഞു, വ്യക്തമായി വിശദീകരിച്ചു കഴിഞ്ഞു അവരുടെ നിലപാട്. അതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും രേഖകളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരുടെ കയ്യിലുള്ള സ്ഥിതിക്ക് അവർക്ക് നാളെ തന്നെ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ കൊണ്ട് അന്വേഷണം ഉത്തരവിപ്പിക്കാമല്ലോ. VS എല്ലാ കേസുകൾക്കും കോടതിയിൽ പോകുന്നതാണല്ലോ. സഖാവ് VSന് നാളെ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തതിനു ശേഷം CBI അന്വേഷണം ആവശ്യപ്പെടാമല്ലോ. അങ്ങനെ എന്തെങ്കിലും ക്രമക്കേട് നേരിട്ടുണ്ടെങ്കിൽ അന്വേഷണം നേരിടാൻ തയ്യാറാണെന്ന് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഇത്രയും മോശക്കാരാണ് SNDP യോഗത്തിൻ്റെ നേതാക്കന്മാരെങ്കിൽ കഴിഞ്ഞ അരുവിക്കര തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എന്തായിരുന്നായിരുന്നു ശ്രീ M. വിജയകുമാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയത്? അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ, ഇത്രയും മോശപ്പെട്ട ഒരു വ്യക്തിയുടെ പിറന്നാൾ ആശംസിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് സജി ചെറിയാൻ ആലപ്പുഴ CPMന്റെ ജില്ലാ സെക്രട്ടറി എന്തിനായിരുന്നു അവിടെ പോയിരുന്നത്? ഇത്രയും മോശപ്പെട്ട ഒരു വ്യക്തിയുടെ സഹായം മോശപ്പെട്ട ആൾ നല്ല ആൾ എന്ന ദ്വന്ദ്വം കൊണ്ടുവരേണ്ട. ഇത് ക്രമക്കേടുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമാണ്. ആ വിഷയത്തിലേക്ക് വരൂ. വളരെ ഗൗരവമായ ഒരു കാര്യം പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. വെറുതെ ആരോപിക്കുകയല്ല, രേഖകൾ സഹിതം. കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട ആരോപണം അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. അതിനും മറുപടി കിട്ടിയിട്ടില്ല. ആരോപണങ്ങൾ പുച്ഛിച്ചു തള്ളുന്നു എന്നുള്ളതല്ലാതെ വസ്തുതാപരമായ ഒരു മറുപടി വരാത്തിടത്തോളം കാലം SNDP യോഗം പ്രതിസ്ഥാനത്ത് നിന്നേ പറ്റൂ. നിങ്ങൾ സഖ്യകക്ഷിയല്ലേ, കൃത്യമായി മറുപടി കൊടുക്കൂ എന്നെങ്കിലും ഉപദേശിക്കാത്തത് എന്ത്? SNDP യോഗത്തിലെയോ ജനറൽ സെക്രട്ടറിയോ ഉപദേശിക്കുകയല്ല BJPയുടെ ജോലി. BJPയുടെ ജോലി ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. SNDP യോഗവുമായി BJP യാതൊരു തരത്തിലുള്ള സഖ്യവും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിലോ അവരുടെ പ്രവർത്തകരോ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ആ രാഷ്ട്രീയ പാർട്ടി ഞങ്ങളുമായി ധാരണയിൽ എത്തുകയും ചെയ്യുമ്പോഴാണ് സഖ്യം. SNDP ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് SNDP യോഗത്തിനെ ഉപദേശിക്കാനുള്ള അധികാരമോ അത് ഞങ്ങളുടെ ജോലിയിലോ വരുന്നതല്ല. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, കോളേജിൽ അധ്യാപക നിയമനത്തിൽ കോഴ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്യാം. പരിയാരം മെഡിക്കൽ കോളേജിൽ CPMന്റെ നേതൃത്വത്തിലുള്ള CPM നേതാക്കന്മാർ നടത്തുന്ന മെഡിക്കൽ കോളേജിൽ നടത്തുന്ന കോഴ ഉൾപ്പെടെ നമുക്ക് ചർച്ച ചെയ്യാം. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ താങ്കൾ SNDP യോഗത്തിന്റെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന്റെ ആലോചനാ ഘട്ടത്തിൽ പങ്കെടുത്ത ആളാണല്ലോ. ഇവിടെ 96 മുതൽ 2013 വരെ 904 അധ്യാപക നിയമനങ്ങൾ SN ട്രസ്റ്റിന്റെ കീഴിലുള്ള കോളേജുകൾ നടത്തിയിട്ടുണ്ട്. കേരളയിൽ 645, കാലിക്കറ്റിൽ 167, കണ്ണൂരിൽ 92. ഇതിലൊക്കെ വാങ്ങിയിട്ടുള്ള ഡൊണേഷൻ അല്ലെങ്കിൽ കോഴ എവിടെ പോയി? അത് അക്കൗണ്ടഡ് മണിയാണോ? അതിന് നികുതി അടച്ചിട്ടുണ്ടോ എന്ന ചോദ്യമാണ് VS അച്യുതാനന്ദൻ ആദ്യം ചോദിച്ചത്. പിന്നാലെ ഇപ്പോൾ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണ റിപ്പോർട്ടുകൾ അടക്കം ചൂണ്ടിക്കാണിച്ച് അതിലും അഴിമതി ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പൊതുമണ്ഡലത്തിൽ വരുന്നതിന് മുൻപ് ഈ ആരോപണങ്ങൾക്കൊക്കെ ആർജവത്തോടുകൂടി മറുപടി പറയാതെ മുന്നോട്ട് പോകാൻ SNDP യോഗത്തിന് സാധിക്കുമോ? അല്ല, SNDP യോഗത്തിന് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പൊതുസമൂഹത്തിന് മുന്നിൽ കടന്നു വരുന്നതായിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അതിന് വളരെ വ്യക്തമായിട്ടുള്ള മറുപടികൾ നൽകേണ്ടത് തന്നെയാണ്. അങ്ങനെ മറുപടി നൽകിയാൽ മാത്രമാണ് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ജനകീയമായിട്ടുള്ള വിശ്വാസത്തെ രേഖപ്പെടുത്താനായിട്ടുള്ള അവകാശം പോലുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, കേരളത്തിലെ ഈ കോളേജുകളിലെ അഴിമതികളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അഴിമതിക്ക് ഒരു കാരണവശാലും പക്ഷപാതം പാടില്ലെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കേരളത്തിലെ SNDP മാനേജ്മെന്റിന്റെയും അതുപോലെ ക്രൈസ്തവ മാനേജ്മെന്റിന്റെയും മുസ്ലിം മാനേജ്മെന്റിന്റെയും കോളേജുകളെല്ലാം തന്നെ അതിശക്തമായിട്ടുള്ള അഴിമതി നടക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ജോലി എന്താണ്? BJP അടക്കമുള്ളവരുടെ ജോലി എന്താണ്? ഇത്തരത്തിലുള്ള അഴിമതികളെ, ഒരു സമുദായത്തിന്റെ അഴിമതിയെ ചൂണ്ടിക്കാണിച്ച് മറ്റൊരു സമുദായത്തിന്റെ അഴിമതി ന്യായീകരിക്കലാണ്. അതല്ല നമുക്ക് വേണ്ടത്. ഇത് ഒരു സമുദായത്തിന്റെ അഴിമതി അല്ലല്ലോ. സമുദായത്തിന്റെ പേരിൽ ഉള്ള ഒരു സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ നടത്തുന്ന അഴിമതി ഒരു സമുദായത്തിന്റെ അഴിമതി എന്ന് പറയുന്നതിൽ വിയോജിപ്പുണ്ട്. മാത്രമല്ല, മറ്റ് സമുദായ സംഘടനകൾ, അതിപ്പോൾ NSS ആകട്ടെ, ക്രൈസ്തവ സഭയാകട്ടെ, MES ആകട്ടെ, മുസ്ലിം സംഘടനകളാകട്ടെ, ആരെങ്കിലും അഴിമതി നടത്തുന്നത് കൊണ്ട് ഇവർക്കും ആകാം എന്നുള്ള നിലപാട് പറ്റില്ലല്ലോ. അത് പറ്റില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു സമുദായത്തെ ചൂണ്ടിക്കാണിച്ച് മറ്റൊരു സമുദായത്തിന്റെ അഴിമതിയെ ന്യായീകരിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്.
കാരണം ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും ഉടമകളെ അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ പണം വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മളുടെ കേരളത്തിൽ സംഭവിച്ച 2 ദുരന്തങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് വിദ്യാഭ്യാസ ബില്ല് ഉണ്ടാക്കിയതിന്റെ ഫലമായിട്ട് കേരളത്തിൽ സംഭവിച്ചത് എല്ലാ മാനേജ്മെന്റുകൾക്കും സർക്കാർ ചിലവിൽ അധ്യാപകരെ നിയമിക്കാനും അവർക്ക് ശമ്പളം കൊടുക്കാനും പറ്റുന്ന തരത്തിലേക്ക് കേരളത്തിന്റെ ഒരു രേഖ രൂപപ്പെടുത്തിയെടുത്തതാണ്. ഇന്ത്യയിൽ ഒറ്റ സംസ്ഥാനത്തും ഇല്ലാത്തതായിട്ടുള്ള ഒരു അഴിമതിയിലെ പാതയാണ് അതുവഴി തുറക്കപ്പെട്ടത്. അത് തന്നെയാണ് കേരളത്തിലെ എല്ലാ സമുദായങ്ങൾക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് നയിച്ചത്. ഞാൻ പറയുന്ന ഈ സാഹചര്യത്തിലെങ്കിലും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന അതീവ വലിയ തരത്തിലുള്ള കച്ചവടത്തെയും അഴിമതിയെയും കൊള്ളയെയും കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നുള്ളതാണ്. അതല്ലാണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഓരോരുത്തരെ ന്യായീകരിക്കാൻ വന്നിരിക്കുകയല്ല ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ശക്തമായിട്ടുള്ള ഒരു അന്വേഷണത്തിലൂടെയും തിരിച്ചറിവിലൂടെയും കേരള സമൂഹത്തിന് രക്ഷപ്പെടാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകും. തീർച്ചയായിട്ടും അതിന് ഇവിടെ തന്നെ തുടക്കം കുറിക്കട്ടെ. SNDPയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അന്വേഷണം വരണം. അതോടൊപ്പം തന്നെയാണ് മറ്റ് മാനേജ്മെന്റുകൾ മെഡിക്കൽ കോളേജുകളിൽ എന്തെല്ലാം അഴിമതി നടക്കുന്നത്. രാജേഷ് ഇവിടെ CPMന്റെ കാര്യം മാത്രം സൂചിപ്പിച്ചു. CPMന്റെ കാര്യം മാത്രമാണ്. എത്ര മെഡിക്കൽ കോളേജാണ് കേരളത്തിനുള്ളത്? സ്വാശ്രയ മേഖലയിൽ നടക്കുന്നത് എന്തൊരു വമ്പൻ അഴിമതിയാണ് നടക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്നുള്ള കാര്യത്തിൽ എനിക്കുമില്ല തർക്കം. തുടരുക ശ്രീ NM Pearson. ശ്രീ VV രാജേഷ്, ഇന്ന് CBI അന്വേഷണം VS അച്യുതാനന്ദൻ ആവശ്യപ്പെടുകയുണ്ടായി. കേന്ദ്ര ഏജൻസി ഇത് അന്വേഷിക്കണം എന്ന അഭിപ്രായം BJPയെ സംബന്ധിച്ചുണ്ടോ? വലിയ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഈ വിദ്യാർത്ഥി പ്രവേശനത്തിലും അധ്യാപക നിയമനത്തിലും മൈക്രോ ഫിനാൻസ് നടത്തിയതിലും ഉയർന്നിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ SNDP യോഗം അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഈ വിഷയത്തിൽ, അഴിമതി വിഷയത്തിൽ BJPയുടെ നിലപാട് എന്താണ്? അതാണ് അറിയേണ്ടത്. അഴിമതി വിഷയം എവിടെ നടന്നാലും പൊതുജനത്തിൻ്റെ പണം ആര് കട്ടെടുത്താലും അതിൽ സുതാര്യമായ അന്വേഷണം നടത്തണമെന്നും അതിലെ പ്രതികളെ, പണം കട്ടെടുത്തവരെ എത്രയും പെട്ടെന്ന് ജയിലിനുള്ളിലാക്കണം. അതിനൊരു BJP നേതാവ് നടത്തിയാലും അങ്ങനെ അന്വേഷണം നടത്തണമെന്നുള്ള ഞങ്ങളുടെ നിലപാട്. അതിലൊരു ചോദ്യത്തിനെ പ്രസക്തിയില്ല. BJP തുടക്കം മുതൽ ഞങ്ങളുടെ നേതൃത്വത്തിൽ, പാർട്ടിയുടെ നേതൃത്വത്തിലിരിക്കുന്ന പലരും പല സമയങ്ങളിലും അഴിമതിയിൽപ്പെട്ടപ്പോൾ പാർട്ടി തലത്തിലും അല്ലാതെയും അന്വേഷണം നടത്തി അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് BJP. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്താണ്? തെളിവുകൾ ഇടതുപക്ഷത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ എന്തേ അമാന്തിക്കുന്നു? ബഹുമാനപ്പെട്ട VS ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് 3-4 ദിവസമായല്ലോ. കേരള ഗവൺമെന്റും വെള്ളാപ്പള്ളിക്കും അവരുടെ മുന്നേറ്റത്തിനും എതിരെ നിൽക്കുന്നതാണല്ലോ. എന്തേ അന്വേഷണത്തിന് ഉത്തരവിടാൻ മടിക്കുന്നു? അന്വേഷണത്തിന് ഉത്തരവിടണം, അന്വേഷണം നടത്തണം. അഴിമതി നടത്തുന്നുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണം. മറിച്ച് ഇത് വെറുതെ ഇത്തരത്തിലൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഒരു രാഷ്ട്രീയ മുന്നേറ്റം നടക്കുമ്പോഴേക്കും അതിനെ തടയുവാനുള്ള ഒരു നാണം കെട്ട കളിയാണെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട VSഉം ഇടതുപക്ഷവും ഒരു കാര്യം മനസ്സിലാക്കുക. അദ്ദേഹം അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിവിട്ട ശ്രീ പിണറായി വിജയന്റെ ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള, സാന്റിയാഗോ മാർട്ടിന്റെ ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ആരോപണങ്ങൾ, അദ്ദേഹം ആരോപണം ഉന്നയിക്കാത്ത ഒരു വിഷയവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ ഒരു പുകമറയിൽ നിൽക്കുക മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയ മുന്നേറ്റം ഈ ഒരു പത്രസമ്മേളനത്തിനൊന്നും സാധിക്കില്ല. അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാർ, ഒരു നിമിഷം, ഒരു അന്വേഷണ റിപ്പോർട്ട് കൂടി, ഒരു അന്വേഷണ റിപ്പോർട്ടല്ല, ഒരു രേഖ കൂടി ഞാൻ വായിക്കാം. പിന്നാക്ക വികസന കോർപ്പറേഷന്റെ വയനാട്ടിൽ നിന്നുള്ള ജില്ലാ ഡയറക്ടർ മാനേജിംഗ് ഡയറക്ടർക്ക് നൽകിയ റിപ്പോർട്ടാണ്. SNDP യോഗത്തിന്റെ മാനന്തവാടി യൂണിയന് നൽകിയ 16 ലക്ഷം രൂപ സംബന്ധിച്ചാണിത്. 16 ലക്ഷം രൂപ 8 സംഘങ്ങൾക്ക് നൽകിയതായി അയച്ചു തന്ന് സ്റ്റേറ്റ്മെന്റിൽ കാണാൻ കഴിഞ്ഞു. 8 യൂണിറ്റുകളും പരിശോധിച്ചതിൽ 4 യൂണിറ്റുകൾക്ക് പണം ലഭിച്ചതായി അറിയാൻ കഴിഞ്ഞു. എന്നാൽ പദ്ധതികളൊന്നും നിലവിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. 4 യൂണിറ്റുകൾക്ക് തുക ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതായത് 1 ലക്ഷം രൂപ വെച്ച് 8 യൂണിറ്റുകളിൽ 4 യൂണിറ്റുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി 12 ലക്ഷം എവിടെ പോയി? ഈ അന്വേഷിക്കാൻ വന്ന ഡയറക്ടർക്ക് ആ തുക എവിടെ പോയെന്ന് പറയാൻ കഴിയാതെ പോയതിൻ്റെ കാര്യം എന്താ അഭിലാഷേ? ആ റിപ്പോർട്ടിൽ ഈ പൈസ ഇല്ലാതെ വന്നെങ്കിൽ ആ പൈസ എവിടെ പോയി എന്നെന്താ ആ റിപ്പോർട്ടിൽ പറയാത്തത്? ആ പണം ഇന്നടത്തേക്ക് പോയി. അഭിലാഷേ, ഒരു ആടിനെ ഓടിച്ച് പട്ടിയാക്കി, പട്ടിയെ ഓടിച്ച് പേപ്പട്ടിയായിട്ട് തല്ലിക്കൊല്ലുന്ന അവസ്ഥ അവസാനിപ്പിക്കൂ. പിന്നെ മറ്റൊരു കാര്യം ഇടയ്ക്ക് കയറി പറയുകയാണ്, ഇവിടെ കോളേജ് നിയമനങ്ങളിൽ കോഴ വാങ്ങി എന്നൊക്കെ ഇവിടെ പറയുകയുണ്ടായി. ഈ കേരള സംസ്ഥാനത്ത് ആദ്യമായി ഇവിടുത്തെ എയ്ഡഡ് കോളേജുകളിലെ നിയമനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷൻ വിടണമെന്ന് കേരളത്തിൽ ആദ്യം പറഞ്ഞ ഏക നേതാവ് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനും SNDP SN ട്രസ്റ്റുമാണ്. എന്തേ ബഹുമാനായ അച്യുതാനന്ദൻ ഭരിച്ചപ്പോഴാണല്ലോ വെള്ളാപ്പള്ളി സാർ അത് പറഞ്ഞത്. എന്തേ ഇദ്ദേഹം ചെയ്യാതിരുന്നത്? ഇദ്ദേഹത്തിന് എന്താ ആർജവമില്ലാതെ പോയത്? അത് ചെയ്യാതെ ഇവിടെ ഇപ്പോൾ ഒരു പുതിയ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ കോഴ എന്ന് പറയും എന്തെങ്കിലും കാര്യമുണ്ടോ അഭിലാഷേ? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ ലോകത്ത് ജീവിക്കുന്നത്? എന്തുകൊണ്ട് ഇദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷന് വിടണമെന്ന് SNDP യോഗവും ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞു?
തീർച്ചയായും CPIM, PS അച്യുതാനന്ദൻ മാത്രമല്ല ഇ കെ നായനാരും EMS ഒക്കെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അന്ന് എന്തുകൊണ്ട് PSCക്ക് വിട്ടില്ല എന്ന ചോദ്യം ഉന്നയിക്കാം. അതിലേക്ക് വരുന്നതിന് മുൻപ് താങ്കൾ ഉത്തരം പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളാണ്. 2% പലിശ, വെറും 2% പലിശയ്ക്ക് കേരള പിന്നാക്ക വികസന കോർപ്പറേഷൻ വായ്പ നൽകുന്നത് എന്തിനാണ്? OBC വിഭാഗത്തിൽപ്പെട്ട ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളുടെ ഉന്നമനത്തിലാണ്. അങ്ങനെ മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടി കൊടുത്ത ആ പണം എന്ത് ചെയ്തു എന്നറിയാനുള്ള ബാധ്യത ഈ നാട്ടിലെ പൊതുസമൂഹത്തിനില്ലേ അഡ്വക്കേറ്റ് സന്തോഷ്? അതിനുള്ള ഉത്തരമാണ് നമുക്ക് ലഭിക്കേണ്ടത്. വെറും 2% പലിശയ്ക്ക് കേരള പിന്നാക്ക വികസന കോർപ്പറേഷൻ ലഭിച്ച കോടികളുടെ വായ്പ താഴെ തട്ടിലേക്ക് എത്തിയപ്പോൾ അത് ഉദ്ദേശിച്ച രീതിയിൽ അല്ലെങ്കിൽ SNDP യോഗം നൽകിയ ലിസ്റ്റ് പ്രകാരമുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തിയുള്ള വിതരണമല്ല എന്നുള്ളത് പൂർണ്ണമായും വ്യക്തമായി കഴിഞ്ഞു. ആ പണം എവിടെ പോയി, എന്തിനുപയോഗിച്ചു? തീർച്ചയായും SNDP യോഗം വായ്പ തിരിച്ചടയ്ക്കുന്നുണ്ട്. പക്ഷേ വായ്പയായി എടുത്ത പണം എന്തു ചെയ്തു എന്നുള്ളതിനാണ് ഉത്തരം കിട്ടേണ്ടത്. ആ അന്വേഷണം അങ്ങനെ ഒരു റിപ്പോർട്ട് പറയിപ്പിക്കുകയല്ലോ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയല്ലോ അഭിലാഷ്. ഞാൻ പറയുന്നത് 10 ലക്ഷം രൂപയെ അവിടെ ചെലവായിട്ടുള്ളെങ്കിൽ ബാക്കി 10 ലക്ഷം രൂപ എവിടെ പോയെന്ന് കൂടി ആ റിപ്പോർട്ട് കൊടുത്തയാൾ പറയണം. ആ മിസ്അപ്രോപ്രിയേഷൻ നടന്നെങ്കിൽ ആ ഫണ്ട് ആര് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തു, അത് എങ്ങോട്ട് പോയി, വെള്ളാപ്പള്ളി നടേശൻ എടുത്തോ അല്ല മറ്റാരെങ്കിലും എടുത്തോ എന്ന റിപ്പോർട്ടിലുണ്ടോ? ആ റിപ്പോർട്ടിൽ വെള്ളാപ്പള്ളി നടേശൻ പൈസ എടുത്ത് പറയുന്നുണ്ടോ? നടത്താൻ അധികാരപ്പെട്ട ആരും അന്വേഷിച്ച റിപ്പോർട്ടല്ലല്ലോ, മറിച്ച് ഫണ്ട് വിതരണം ചെയ്തത് കൃത്യമാണോ എന്ന് മനസ്സിലാക്കാൻ നടത്തിയ പരിശോധനയിൽ യഥാവിധമല്ല ഫണ്ട് വിതരണം നടന്നിട്ടുള്ളത് എന്ന കണ്ടെത്തൽ, പ്രാഥമികമായ കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ വിജിലൻസോ CBI ഒക്കെ അന്വേഷിച്ചാലല്ലേ ഈ പണം എവിടെ പോയി അല്ലെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ ഈ പണം വാങ്ങിയത് എന്നൊക്കെ കണ്ടെത്താൻ സാധിക്കൂ. അതിന് തീർച്ചയായും അന്വേഷണം വേണം. വായ്പയായി ലഭിച്ച പണം കൃത്യമായി ഗുണഭോക്താക്കളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഈ റിപ്പോർട്ട് എങ്ങനെ വിശ്വസിക്കും? ഇത് സംസ്ഥാന സർക്കാരിന്റെ ഏജൻസി തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. രാഷ്ട്രീയ ബന്ധമുള്ള ആരും തയ്യാറാക്കിയ റിപ്പോർട്ടല്ല. പിന്നാക്ക വികസന കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർക്ക് ജില്ലാ ഡയറക്ടർമാർ നൽകിയിരിക്കുന്ന വസ്തുതാ വിവരണമാണിത്. വെള്ളാപ്പള്ളി നടേശൻ പണം അപഹരിച്ചു എന്ന് റിപ്പോർട്ടിലുണ്ടോ? ഇല്ല. വെള്ളാപ്പള്ളി നടേശൻ പണം അപഹരിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വ്യക്തമാകണമെങ്കിൽ കൃത്യമായി ഒരു സംസ്ഥാന ഏജൻസിയോ കേന്ദ്ര ഏജൻസിയോ അന്വേഷിക്കണമെന്ന് താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. ദയവായി തുടരുക ശ്രീ സന്തോഷ് കുമാർ. ശ്രീ അഡ്വക്കേറ്റ് ചെറിയന്നൂർ ജയപ്രകാശ് ചോദ്യങ്ങൾ കാത്തിരിക്കുന്നു. ശ്രീ ജയപ്രകാശ്, മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് ലഭിച്ച വായ്പ പൂർണ്ണമായും താഴെ തട്ടിലെ മൈക്രോ ഫിനാൻസ് യൂണിറ്റുകൾക്ക് വിതരണം ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഒരുപക്ഷെ മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരിക്കാം. എന്തായാലും എടുത്ത വായ്പ തിരിച്ചടക്കുന്നുണ്ട്. ഇതിൽ അഴിമതി ആരോപിക്കാൻ എന്താണുള്ളത്? സന്തോഷിന് കൂടി ഒരു പ്രൊസീജിയർ ഒന്ന് പറഞ്ഞു കൊടുക്കാം. മൈക്രോ ഫൈനാൻസ് യൂണിറ്റുകൾ അവരുടെ ആവശ്യാനുസരണം ലോൺ ചോദിച്ചുകൊണ്ട് യൂണിയനുകൾക്ക് അപേക്ഷ കൊടുക്കും. ആ യൂണിയനുകളിൽ ഈ ലിസ്റ്റെല്ലാം കൂടെ വെള്ളാപ്പള്ളി നടേശന് അയച്ചു കൊടുക്കും. അവിടെ നിന്നാണ് ഇത് സാങ്ഷൻ ആക്കുന്നത്. ഈ സാങ്ഷൻ ആക്കുന്നതിന് മുമ്പ് പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന തുക ഈ സെൻട്രൽ മൈക്രോ ഫൈനാൻസിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് വെള്ളാപ്പള്ളി നടേശൻ കണിച്ചിക്കുളരങ്ങരയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആ അക്കൗണ്ടിലേക്ക് ഇത് വരും. ഇത് വന്ന ശേഷം ഈ ആരൊക്കെ ആവശ്യക്കാരായിട്ട് ചോദിച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന അതിൽ ഈ നേരത്തെ പറഞ്ഞ ബോഗസ് ആയിട്ടുള്ളതും ഒക്കെ വരുന്നുണ്ട്. അത് യൂണിയൻകാർ അയച്ചു കൊടുക്കുന്നതും ഇവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അതിൽ വരുന്നത്. അങ്ങനെ കിട്ടുന്ന തുക നേരെ ഈ പറഞ്ഞ ചെക്കാണ് അയച്ചു കൊടുക്കുന്നത് സമ്മതിക്കാം. ചെക്ക് യൂണിയനുകൾക്ക് അയച്ചു കൊടുക്കും. ഈ കിട്ടുന്ന തുക യൂണിയനുകൾ അതായത് മൈക്രോ ഫൈനാൻസ് യൂണിറ്റുകൾ ആവശ്യപ്പെട്ട യൂണിയൻ കൺവീനറുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കും. അവിടെ നിന്നാണ് ഈ പറഞ്ഞത് 12% പലിശയ്ക്കും അതുപോലെ തന്നെ 15% പലിശയ്ക്കും കൊടുത്ത ചരിത്രമുണ്ട്. അവരുടെ ഈടാക്കുന്നത് 12% തൊട്ട് 15% വരെ കടക്കുകയും 3 വർഷത്തെ പീരീഡിനാണ് ഇത് കൊടുക്കുന്നത്. നിങ്ങൾ അത് ആലോചിക്കണം. 3 വർഷത്തെ പീരീഡിന് കൊടുക്കുന്നത് ഈ യൂണിയൻ ഭാരവാഹികൾ ചെയ്യുന്നത് 15 മാസം കൊണ്ട് ഈ തുക ഈ 12ഉം 15% വെച്ച് തിരിച്ച് യൂണിയനിൽ അടയ്ക്കാൻ പറയും. ഈ യൂണിയനുകൾ ഇത് വാങ്ങിയതിന് ശേഷം ബാക്കിയുള്ള 21 മാസത്തെ കാലാവധി ഉള്ളതുകൊണ്ട് യൂണിയൻ നേതാക്കൾ ഇത് വട്ടിപ്പലിശയ്ക്ക് കൊടുക്കുകയാണ് പതിവ്. അവിടെ നിന്നാണ് പിന്നെ തിരിച്ച് ഈ ഇവിടെ തിരിച്ച് ഈ സെൻട്രലിലേക്ക് മൈക്രോ ഫൈനാൻസിങ് അക്കൗണ്ടോ അതിലേക്ക് തിരിച്ചു പോവുകയും അത് കൈകാര്യം ചെയ്യുന്നത് മഹേഷ് എന്നുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ സ്വന്തം വിശ്വസ്തനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മണി പോലെ ഇത്തരം കാര്യങ്ങൾ പറയും.
മാത്രമല്ല ഈ 15% അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ വന്നു കഴിയും. ഇതൊന്നും SNDPയുടെ അക്കൗണ്ടിൽ ഒന്നും വരില്ല. ആഡിറ്റ് ചെയ്യുപോലും SNDPയുടെ അക്കൗണ്ടിൽ വരത്തുമില്ല. ശ്രീ PM മനോജ്, ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ അസ്ഥികൂടങ്ങളൊക്കെ വലിച്ച് പുറത്തേക്കിടുന്നത്? SNDP യോഗം ഒരു രാഷ്ട്രീയ ശക്തിയാകാൻ തയ്യാറെടുക്കുന്ന വേളയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ VS അച്യുതാനന്ദനെ പോരുകോഴിയാക്കി CPM രംഗത്തിറങ്ങുന്നത് എന്തിനാണ്? മുൻപറിയില്ലായിരുന്നോ ഈ കാര്യങ്ങളൊന്നും? അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇത് വെള്ളാപ്പള്ളി രാഷ്ട്രീയ നീക്കം തുടങ്ങുമ്പോൾ ഉണ്ടായതല്ല. ഇത് ഞാനീ പറഞ്ഞ രേഖകൾ ഈ വിവരാവകാശ നിയമപ്രകാരം രേഖ കിട്ടാൻ എത്ര സമയം വേണം, ഇത്രയും വലിയ രേഖ കിട്ടാൻ എത്രമാത്രം സമയം വേണം എന്നൊക്കെ അറിയാലോ. അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ വാങ്ങി വെച്ചതാണ്. ഇതിനു മുമ്പ് തന്നെ ഇതുപോലുള്ള നിരവധി വാർത്തകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയ കാര്യമല്ല. ഇന്ന് VSനെ വെള്ളാപ്പള്ളി പ്രകോപിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടി. ഇത് ദേശാഭിമാനിയിൽ പോലും നാളെ അച്ചടിച്ച് വരാൻ പോകുന്നേ ഉള്ളൂ ഈ വാർത്ത. അല്ലാതെ നേരത്തെ ഞങ്ങൾ കൊണ്ടുവച്ച് പൂഴ്ത്തി വെച്ച് അങ്ങനെ വരുന്നതല്ലല്ലോ. അതുമാത്രം ഇതെല്ലാം കൃത്യമായ തീയതികളുണ്ട്. അതുകൊണ്ട് തന്നെ വിവരാവകാശ കമ്മീഷൻ്റെ രേഖ കിട്ടി, അത് ഉറപ്പാക്കി. ഈ തട്ടിപ്പുകൾ എന്തൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ തട്ടിപ്പൊന്നുമല്ല. ഈ 5 കോടി എന്ന് പറഞ്ഞില്ലേ, അതിന് പുറമെ ഒരു 500 കോടിയുടെ തട്ടിപ്പ് SNDPക്കാർ തന്നെ, SN ട്രസ്റ്റുകാർ തന്നെ വേറെ പറയുന്നുണ്ട്. പരസ്യമായി വന്നതാണ്. പുച്ഛിച്ച് തള്ളുന്നു പറഞ്ഞാൽ ഇത് നടക്കുമോ? ഇത് ജനങ്ങളോട് ഉത്തരം പറയേണ്ടതല്ലേ? ജനങ്ങളോട് ഉത്തരം പറയുക എന്ന് പറഞ്ഞാൽ ഇത് SNDPക്കാരുടെ ഏതെങ്കിലും കുറച്ച് ആളുകൾ, ഇദ്ദേഹത്തിൻ്റെ കുടുംബ യോഗമാണല്ലോ SNDP യോഗം. ആ കുടുംബയോഗത്തിൻ്റെ മാത്രം കണക്കല്ല, മറിച്ച് ഇത് ഈ കോടതിയുടെ ഓഡിറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് വേറെ അറിയാം. 2, ഈ സ്ഥാപനങ്ങളിലാകെ മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിലുള്ള സ്ഥാപനങ്ങളുടെ പേരിലാണ് നിയമനം നടത്തി ഈഴവരിൽ നിന്ന് കോഴ ഇങ്ങനെ വാങ്ങി പിഴിഞ്ഞു കൊണ്ടുവരുന്നത്. ഈ തുക മുഴുവൻ എവിടെ പോയി? അഴിമതി നടത്തിയതൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ തിരിമറി നടന്നിട്ടുണ്ട്. ആ തിരിമറി ഔദ്യോഗിക രേഖയാണ്. യഥാർത്ഥത്തിൽ ഗവൺമെൻറ് തന്നെ ആവശ്യപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ വായ്പയുടെ ക്രമക്കേട് നടന്നല്ലോ. ക്രമക്കേട് ഏതാണ്ട് ഈ വിനിയോഗ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരുന്നപ്പോൾ ഈ പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. 1, വായ്പ കരാർ ചെയ്യുന്നതിന് സമർപ്പിച്ച ഗുണഭോക്തൃ ലിസ്റ്റിലുള്ളവർക്ക് തന്നെയാണോ ഇത് കൊടുത്തതെന്ന് ഉറപ്പാക്കണം. 1. 2, വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് വായ്പാ വിതരണം നടത്തുമ്പോൾ കരാറിൽ പറയുന്നതിൽ അധികമായ പലിശ നിരക്ക് ഈടാക്കാൻ പാടില്ല. നിബന്ധനയാണ്, എഴുതി കൊടുത്ത നിബന്ധനയാണ്. 2. 3, ഈ ഗുണഭോക്താക്കളുടെ ഫോട്ടോ സഹിതമുള്ള ഈ അപേക്ഷ സമർപ്പിക്കണം. ഇത് 3 നടന്നിട്ടില്ല. 3 നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഗുരുദേവൻ്റെ പേരിൽ വ്യാജ സംഘങ്ങളുണ്ടാക്കി ആ സംഘങ്ങൾക്ക് പൈസ കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾ ആരോപിക്കുന്നതല്ല, സർക്കാർ രേഖയാണ്. ഞങ്ങൾ VS എന്ന് വളരെ കൃത്യമായി ആവശ്യപ്പെട്ടല്ലോ. CBI അന്വേഷിക്കണം, അല്ലെങ്കിൽ അന്വേഷണം വേണം. ഞങ്ങൾ മാധ്യമം എന്ന നിലയിൽ ഈ വിവരങ്ങൾ സമൂഹത്തിൽ നടക്കുന്ന അഴിമതി തുറന്നു കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കർത്തവ്യമാണ്. തീർച്ചയായും. സന്തോഷ്, ഈ യൂട്ടിലിറ്റി ലിസ്റ്റിലുള്ള പല സംഘങ്ങളും ശ്രീനാരായണ ഗുരുവിൻ്റെയും കുമാരനാശാന്റെയും ഒക്കെ പേരിലുള്ള സംഘങ്ങളാണ്. പക്ഷേ ഈ സംഘങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇല്ലാത്ത വ്യാജ സംഘങ്ങളാണ്. എല്ലാമല്ല, ഒരു നല്ല ശതമാനം എന്നുള്ളതാണ് കണ്ടെത്തൽ. എന്ന് മാത്രമല്ല, ഇത് ഈ അടുത്ത കാലത്തെ കഥയുമല്ല. 2010 വരെയുള്ള കണക്ക് വേറെയുണ്ട്. 10 കോടിയോളം രൂപയാണ് ഈ കാലഘട്ടത്തിൽ കൈപ്പറ്റിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടും അക്കൗണ്ടന്റ് ജനറലിൻ്റെയും അതുപോലെ തന്നെ CMDയുടെയും റിപ്പോർട്ടുകളുണ്ട്. അതിലും ഇതേ പ്രശ്നമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ വിഷയങ്ങൾക്കൊക്കെ എല്ലാ കണക്കുകളും വെച്ച് ഈ ഇത്ര വരെയുമായി SNDP യോഗത്തിന് ലഭിച്ച വായ്പ ഇത്രയാണ്, അതിങ്ങനെയാണ് വിനിയോഗിച്ചത് എന്ന് വസ്തുതാപരമായി പ്രസിദ്ധം ചെയ്യാൻ SNDP യോഗം തയ്യാറാകുമോ? തീർച്ചയായിട്ടും മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന് കണക്കുകൾ ബന്ധപ്പെടുത്തി പരസ്യം ചെയ്യുന്നതിന് യാതൊരു മടിയില്ല. കാരണം പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് കിട്ടിയ ഫണ്ട് SNDP യോഗത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ട് ആ അക്കൗണ്ടിൽ നിന്ന് താഴെയുള്ള യൂണിയനുകൾക്ക് ചെക്ക് പ്രകാരം മാത്രമേ ഫണ്ട് കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ ഇത് കൈക്കാശ് കൊണ്ട് കൊടുത്തിട്ടുള്ളതല്ലത്. അത് താഴെയുള്ള സംഘങ്ങൾക്ക് കൊടുത്ത് ആ സംഘങ്ങൾ ഏതെങ്കിലും ഒരു സംഘത്തിന് ഡിഫോൾട്ട് ഉണ്ടോ, ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട മനോജ് പത്രപ്രവർത്തകൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആ പത്രധർമ്മം വളരെ വലിയ കാര്യമാണ്. എന്താണ് സുഹൃത്തെ ഈ SNDPയോട് മാത്രം നിങ്ങളിങ്ങനെ തുടങ്ങുന്നതിൻ്റെ കാര്യം എന്താണ്? നിങ്ങൾ ഉണ്ടാകുന്നതിന് 36 വർഷം മുമ്പുണ്ടായ സംഘടന SNDP യോഗം CPM ഉണ്ടാകുന്നതിന് മുമ്പ് ഈ കേരളത്തിൽ ഞങ്ങളാണ് ഈ കേരളത്തിൽ നവോത്ഥാനം ഉണ്ടാക്കിയത്. ഞങ്ങൾ പുറകോട്ട് മാറിയത് കൊണ്ടാണ് നിങ്ങൾ മുമ്പോട്ട് കയറിയത്. ഞങ്ങളാണ് നിങ്ങൾക്ക് ചോരയും നീരും തന്നത്. ഞങ്ങളെ കൊന്നേ നിങ്ങൾ അടങ്ങുള്ളൂ എന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ തീരുന്നതല്ലെന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന SNDP യോഗം ഇന്ന് ശക്തമാണ് മനോജെ. താങ്കൾ ഉദ്ദേശിക്കുന്ന പോലല്ല.
കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോകുമ്പോൾ എന്തായാലും ഒരു ഗുണം കിട്ടി. ഈ പ്രശ്നത്തോടു കൂടി അച്യുതാനന്ദൻ കണ്ണൂരോടെ പോയ അച്യുതാനന്ദൻ ഒരു ഹീറോ ആക്കാൻ വെള്ളാപ്പള്ളി സാറിന് കഴിഞ്ഞല്ലോ. അത് മതി. ഇന്ന് പിണറായി സഖാവ് രക്ഷപ്പെട്ടല്ല. ഇന്ന് എന്തേ അച്യുതാനന്ദൻ സാറിനെ പൊക്കിപ്പിടിച്ചു നടക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ പത്രത്തിൽ നിങ്ങൾ എഴുതിയതാണല്ലോ പണ്ട് PSCക്ക് നിയമനം പെടണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതായിട്ട്. എന്താ മനോജ് അതിനകത്തൊരു മാന്യമായിട്ട് നിങ്ങൾ നാളെ അത് റിപ്പോർട്ട് ചെയ്യാത്തത്? നിങ്ങളെല്ലാം പക്ഷപാതികളാണ്, പക്ഷപാതികളാണ്. നിങ്ങൾ പക്ഷം പറയുകയാണ്. നിങ്ങൾ നിഷ്പക്ഷമായിട്ട് പറ. ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലുള്ള ഈ സ്ഥാപനം നിങ്ങളും നിങ്ങളുടെ ഈ പാർട്ടിയും ശ്രീനാരായണ ഗുരുദേവനെ കുരിശിൽ തറച്ചും കഴുത്തിൽ കുടുക്കിട്ട് വലിച്ചും അപമാനിക്കാൻ വേണ്ടി ചെത്തുകാരന്റെ ചെത്തും കൂടും കുടുക്കെ നിർത്തി ആക്ഷേപിച്ചു. ജനഹൃദയങ്ങളിൽ മുറിവുണ്ടായി. സന്തോഷ്, എത്ര വൈകാരികമായി പറഞ്ഞാലും വസ്തുതകൾ, കണക്കുകൾ അത് അതേപടി നിൽക്കുകയും ചെയ്യുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. അതിന് മുൻപ് ശ്രീ ചെറിഞ്ഞൂർ, SNDP യോഗവുമായി മുൻപ് ബന്ധപ്പെട്ടിരുന്ന ഭാരവാഹികളായിരുന്ന ആളുകൾ ഇത്തരം കഥകൾ അല്ലെങ്കിൽ ഇത്തരം കണക്കുകൾ മുൻപും പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഇങ്ങനെയുള്ള രേഖകളും കഥകളും കണക്കുകളും ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഒരു നിയമ നടപടി സാധ്യമാകാത്തത്? എത്രയോ കാലമായി SNDP യോഗത്തിലെ വിമത വിഭാഗം, അതായത് പിളർന്നു പോകുന്ന വിഭാഗം ഇത്തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ടുകളുമായി നടക്കുന്നു. ഇതൊക്കെ സത്യമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിയമപരമായ വഴിയുണ്ടല്ലോ. എന്തുകൊണ്ടാണ് നിയമപരമായ പോരാട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ വിജയം ലഭിക്കാതെ പോകുന്നത്? 2011 ആറ്റിങ്ങൽ സബ് കോടതിയിൽ വെള്ളാപ്പള്ളി നടേശൻ അഴിമതി നടത്തിയെന്നും സ്വജനപക്ഷപാതം കാണിച്ചെന്നും ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് നടത്തിയെന്നും മറ്റും കാണിച്ചുകൊണ്ട് ഈ SN ട്രസ്റ്റിനെ കുടുംബാധിപത്യം ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും മറ്റും കാണിച്ച് ഇയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യണമെന്നും റിമൂവ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടുള്ള കേസ് ആറ്റിങ്ങൽ സബ് കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. അത് പല ഘട്ടങ്ങളിലായി പോയി. ആദ്യം ജൂറിസ്ഡിക്ഷനെ സംബന്ധിച്ച് തർക്കം, പിന്നെ അതിന്മേൽ ഹൈക്കോടതി പോയി, നമുക്ക് അനുകൂലമായി വന്നു. വീണ്ടും ഇവരെ അവിടെ നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് തള്ളിയത് ഞാൻ വീണ്ടും സ്റ്റേ വാങ്ങി. ഇപ്പോൾ ഹൈക്കോടതിയിൽ സ്റ്റേ ആണ്. അത് വീണ്ടും പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന്. അതുപോലെ തന്നെയാണ് ഈ ഇവിടെ റിസീവർ പെറ്റിഷൻ ഇന്ന് ഇരുന്നതാണ് ഹൈക്കോടതിയിൽ. അടുത്ത ആഴ്ചത്തേക്ക് വാദം കേൾക്കുന്നതിന് വേണ്ടി മാറ്റിയേക്കാണ്. അങ്ങനെ ഞങ്ങൾ 4ഓളം കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കൊടുത്തത് പെൻഡിങ്ങിലാണ്. ഞങ്ങൾ അങ്ങനെ നിയമപരമായ ആ വഴിക്ക് നീങ്ങുന്നുമുണ്ട്. അത് മിസ്റ്റർ സന്തോഷിന് അറിയാം. പിന്നെ ഞാൻ മൈക്രോ ഫൈനാൻസിൻ്റെ ആ പൊസിഷൻ പറഞ്ഞിട്ട് അതിന് മറുപടി സന്തോഷ് പറഞ്ഞില്ല. അത് പറയാൻ കഴിയത്തുമില്ല. സന്തോഷിന് ആ പ്രൊസീജിയർ നേരെ അറിഞ്ഞുകൂടാ. വ്യക്തമായി എനിക്കറിയാം. മഹേഷിനോട് ചോദിച്ചാൽ മഹേഷ് പറഞ്ഞു തരും. അത് പറ്റുന്നു. ഇവിടെ പറയുന്നുണ്ട് അധ്യാപക നിയമനത്തിനും അഡ്മിഷനും കോഴ വാങ്ങുന്നില്ല എന്ന്. 1 രൂപ കോഴ വാങ്ങിയാൽ പോലും കോഴയല്ലേ. 2014 വർക്കല SN കോളേജിൽ ഡിഗ്രിക്ക് മാത്രം അഡ്മിഷൻ വാങ്ങിയതിൻ്റെ കണക്കുകളാണ്. ഈ കണക്കെന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശന് കൊടുത്തതിൻ്റെ കണക്കാണ്. അതിൽ എല്ലാ വിവരങ്ങളും ഉണ്ട്. പിന്നെ കുട്ടിയുടെ അഡ്രസ്സുണ്ട്, അതുപോലെ തന്നെ ഏത് കമ്മ്യൂണിറ്റിയിലുള്ളതാണെന്നുണ്ട്, എത്ര തുക വാങ്ങിയതാണെന്നുണ്ട്. അങ്ങനെ BComന് 75,000 രൂപ വെച്ച്, അതുപോലെ ശ്രീ ജയപ്രകാശ്, സന്തോഷ് കുമാർ, ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് AN രാധാകൃഷ്ണൻ BJP നേതാവ് ടെലിഫോണിൽ. ശ്രീ AN രാധാകൃഷ്ണൻ, താങ്കൾ ഇന്ന് കണിച്ചുകുളങ്ങരയിൽ പോയി വെള്ളാപ്പള്ളി നടേശനെ കണ്ടല്ലോ. കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന തലത്തിലേക്ക് കടക്കുകയാണ്. VS അച്യുതാനന്ദൻ ഗുരുതരമായ അഴിമതി ആക്ഷേപങ്ങൾ ആവർത്തിച്ചുന്നയിക്കുന്നു. അതിന് വസ്തുതാപരമായി മറുപടി പറയാൻ തയ്യാറാകുന്നില്ല. പകരം പുച്ഛിച്ചു തള്ളുന്നു. അഴിമതിയോ ക്രമക്കേടോ ഒക്കെ ആരോപിക്കാവുന്ന തരത്തിലുള്ള വിവരാവകാശ രേഖകൾ പുറത്തേക്ക് വരുന്നു. യഥാർത്ഥത്തിൽ BJP വലിയ ഒരു കുഴിയിൽ ചെന്ന് ചാടിയ പ്രതീതിയിലാണോ? അല്ല, നിങ്ങൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മാധ്യമ വിചാരണ, ആ മാധ്യമ വിചാരണ പൊതുവായ എല്ലാ കാര്യങ്ങളെ കുറിച്ചുമായാൽ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ബഹുമാനായ ശ്രീമാൻ VS അച്യുതാനന്ദൻ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ആക്ഷേപത്തിന്റെ വസ്തുതകളെ കുറിച്ച് SNDPയുടെ സമ്മതരായ നേതാക്കൾ മറുപടി പറയുന്നുണ്ട്. എനിക്കതിനെക്കുറിച്ച് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ബഹുമാനായ ശ്രീമാൻ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി പദവി ഒഴിയുമ്പോൾ ആ സമയത്ത് അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് 1700ഓളം പോസ്റ്റുകൾ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീമാൻ MA ബേബിയും ധനകാര്യമന്ത്രി ശ്രീമാൻ തോമസ് ഐസക്കും അപ്രൂവ് ചെയ്ത് പുറത്തേക്കിറക്കി. ഇവര് അധികാരം വിട്ട് ഇറങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് അത് എത്ര കോടി രൂപയുടെ ഇടപാടാണ് എന്ന് പൊതുസമൂഹത്തിന് മുമ്പാകെ പറയണം. 1. 2, ദേശാഭിമാനിയിൽ ഇവർ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള ആളുകൾ
അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ലോട്ടറി രാജാവ് സാന്തിയാഗോ അതൊക്കെ നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തതാണ് ശ്രീ എൻ രാധാകൃഷ്ണൻ. ഇപ്പോ ഇവിടെ ഒരു പ്രശ്നം വരുമ്പോൾ പണ്ട് അങ്ങനെയല്ല, ശ്രീ എൻ രാധാകൃഷ്ണൻ ദേശാഭിമാനി ബോണ്ടും സാന്റിയാഗോ മാർട്ടിനും ഒക്കെ 2006 മുതൽ ഇങ്ങോട്ട് ചർച്ച ചെയ്ത് വരുന്നതല്ലേ. ഇവിടെ ഒരു പ്രശ്നം പറയുമ്പോൾ പണ്ട് അങ്ങനെ ആയിരുന്നില്ലേ, CPM അങ്ങനെ ചെയ്തില്ലേ, CPM എന്തോ ചെയ്യട്ടെ, ഇത് കേരളത്തിന്റെ പൊതുസമൂഹം അറിയേണ്ട കാര്യമല്ലേ. ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ കൃത്യമായി അതിന് ഉത്തരം വേണ്ടേ? എന്തുകൊണ്ടാണ് SNDP യോഗത്തിന് സുതാര്യതയുണ്ടെങ്കിൽ, അവർക്ക് വസ്തുതാപരമായി നിൽക്കാൻ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അത് കൃത്യമായി പറഞ്ഞു പോകാം. ആർക്കാണ് എതിർപ്പ്? VS അച്യുതാനന്ദൻ എന്ത് ആരോപണം ഉന്നയിച്ചാലും സത്യം വെള്ളാപ്പള്ളി നടേശന്റെ പക്ഷത്താണെങ്കിൽ അതിനൊപ്പം നിൽക്കാം. രേഖകളും തെളിവുകളുമായി വരൂ. അഭിലാഷേ, നിങ്ങളുടെ ചാനലിൽ അരമണിക്കൂർ കൊണ്ട് ചർച്ച ചെയ്യപ്പെടാവുന്ന വിഷയമല്ല. നാളെ റിപ്പോർട്ടർ ചാനലിന്റെ ഷെയറിനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്ത് നിങ്ങൾ മറുപടി പറയോ? എങ്ങനെ നിങ്ങൾ മറുപടി പറയും? നിങ്ങൾ വലിയൊരു ഇത് യോഗം വിളിച്ച് കേരളത്തിലെ എല്ലാ മൈക്രോ ഫൈനാൻസ് സംവിധാനത്തെ കുറിച്ച് ചർച്ച നടത്തുന്ന ധൈര്യം കാണിക്കുക. അത് ചർച്ച നടത്താൻ തയ്യാറില്ലാതെ ഈ മാധ്യമ വിചാരണ ചെയ്യുന്നത്. ശ്രീ എൻ രാധാകൃഷ്ണൻ, കേരളത്തിലെ മൈക്രോ ഫിനാൻസ് രംഗത്തെ പ്രശ്നങ്ങളോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അഴിമതികളോ എന്നുള്ളതിനേക്കാൾ അതിനെ പൊതുവൽക്കരിക്കാതെ ഇവിടെ നമ്മുടെ മുന്നിലുള്ള വിഷയം വളരെ സ്പെസിഫിക് ആയി ഉള്ളത് എന്താണ്, ആ വിഷയത്തിൽ പുറത്തേക്ക് വന്ന കാര്യങ്ങളിലുള്ള പ്രതികരണം എന്താണ് എന്നുള്ളതേ ഉള്ളൂ. അനാവശ്യമായി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ അത് തെളിയിക്കുന്നതിന് എന്താണ് സാർ ബുദ്ധിമുട്ട്? അതിന്റെ വസ്തുത എന്താണെന്ന് തുറന്നു പറഞ്ഞാൽ പോരെ? എന്റെ പ്രിയപ്പെട്ട അഭിലാഷേ, എനിക്ക് ചോദിക്കാനുള്ളത്, അച്യുതാനന്ദൻ രാവിലെ എഴുന്നേറ്റ് നിന്ന് ചോദ്യത്തിന് വൈകുന്നേരം രാത്രി 9 മണിക്ക് മറുപടി പറയുന്നത് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ ചുമതലയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നടത്തിയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് പൊതുജനമധ്യത്തിൽ കൊണ്ടുവരണം. കൈരളി ചാനലിലെ ഷെയറുകളെ കുറിച്ച് പൊതുജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. ഏത് തരത്തിലാണോ മൈക്രോ ഫൈനാൻസിനും FN ട്രസ്റ്റിനെ കുറിച്ചും പബ്ലിക്കായിട്ട് പറയാൻ ബഹുമാനായ അച്യുതാനന്ദൻ ആവശ്യപ്പെടുന്നത്, അതേ നാണയത്തിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത് കൈരളി ചാനലിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് ആരൊക്കെയാണ്? അതിന് ശ്രീ PM മനോജ് ഉത്തരം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ PM മനോജ്, SNDP യോഗം മാത്രമല്ല അധ്യാപക നിയമനം നടത്തുന്നത്, SNDP യോഗം മാത്രമല്ല മൈക്രോ ഫിനാൻസ് നടത്തുന്നത്. നിങ്ങളുടെ പാർട്ടി നടത്തുന്ന സഹകരണ സംഘങ്ങൾ അടക്കം ഇത്തരം സ്ഥാപനങ്ങൾ നടത്താറുണ്ട്, വായ്പകൾ കൊടുക്കാറുണ്ട്. മറ്റ് പാർട്ടിയുടെ തന്നെ സ്ഥാപനങ്ങളുടെ ഘടന നേരത്തെ ശ്രീ എൻ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ SNDP യോഗത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ ബദ്ധശ്രദ്ധരായി നേരത്തെ SNDP യോഗത്തിൻ്റെ പ്രതിനിധി പറഞ്ഞതുപോലെ അവരെ കൊല്ലാൻ നോക്കുകയാണ് എന്നാണ് അവരുടെ പരാതി. കൈരളി ചാനലിൻ്റെയും റിപ്പോർട്ടർ ചാനലിൻ്റെയും ദേശാഭിമാനിയുടെയൊക്കെ കാര്യം ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ ദേശാഭിമാനിയെ സംബന്ധിച്ചായാലും കൈരളി ചാനലിനെ സംബന്ധിച്ചിടത്തോളം ആയാലും അവിടെ എന്തെങ്കിലും കുഴപ്പം നടന്നിട്ടുണ്ടെങ്കിൽ ഒരു അന്വേഷണത്തിനും ഞങ്ങളാരും എതിരല്ല. എന്ത് കാര്യം വേണമെങ്കിലും അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ടുണ്ട്. അന്വേഷിച്ച് ഈ പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണെന്ന് തെളിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ അവിടെ നിൽക്കട്ടെ. ഇപ്പോഴും വന്നത് ഈ SNDP യോഗം പാവപ്പെട്ട ഈഴവരെ, പാവപ്പെട്ട പിന്നോക്ക സമുദായക്കാരെ പറ്റിച്ച് ഈ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ കാശ് മുഴുവൻ വാങ്ങുന്നത്. അത് വേറെ ആരുമല്ല. SNDP എന്നൊന്നും പറയാൻ പാടില്ല. SNDP യോഗത്തിന്റെ നേതൃത്വം ഇപ്പൊ കൈയടക്കി വെച്ചിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന 1991 വാർഷിക വരുമാനം 65,000 രൂപ മാത്രമുണ്ടായിരുന്ന അദ്ദേഹം ഇൻകം ടാക്സിന് കൊടുത്ത കണക്കാണ്. 65,000 രൂപ അന്ന് 1991. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ തൊട്ട് മുന്നിൽ അദ്ദേഹം കൈയാളുന്ന സ്വത്ത്, ആ സ്വത്ത് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിനേക്കാൾ വില വരും എന്നാണ് പറയുന്നത്. പട്ടായയിൽ, ബാംഗ്ലൂർ, ഇങ്ങനെ എവിടെയൊക്കെ ഈ കണക്കൊക്കെ വരുമല്ലോ പുറത്തേക്ക്. അപ്പോൾ ഇങ്ങനെ സ്വത്ത് സമ്പാദിച്ച അദ്ദേഹത്തിന് നേതൃത്വം നടന്ന മൈക്രോ ഫിനാൻസ്, അതിൽ പ്രകടമായ ക്രമക്കേട് അല്ലെങ്കിൽ തിരിമറി അത് സർക്കാർ സംവിധാനം കണ്ടെത്തിയിരിക്കുന്നു. ആ സർക്കാർ സംവിധാനം കണ്ടെത്തിയ കാര്യം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, ഇത് പൊതുജനങ്ങളുടെ, സർക്കാരിൻ്റെ നാമൊക്കെ കൊടുക്കുന്ന നികുതിയുടെ ഭാഗമായിട്ടാണ് ഈ പണം ഇത്തരം എങ്ങനെ പോയി, ആർക്ക് കൊടുത്തു, ആര് തട്ടിയെടുത്തു എന്നൊക്കെ വളരെ ചുരുക്കത്തിലൊരു കാര്യം മിസ്റ്റർ മനോജിനോട് അവകാശം ജനങ്ങൾക്കുണ്ട്. ഇതെന്തൊരു പത്രപ്രവർത്തകനാണ്, ഇത്രയും മോശമായ ഒരു പത്രപ്രവർത്തനം, ഇതെന്തൊരു അന്തസ്സില്ലായ്മയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഈ മാധ്യമ വിചാരണ പൂർത്തിയാകുമ്പോൾ കേരളത്തിൽ നടക്കാൻ പോകുന്നത് മഹാകവി കുമാരനാശാനും TK മാധവൻ ഉൾപ്പെടെ കേരളത്തിലെ പ്രജാസഭയിലേക്ക് ശ്രീമദ് അയ്യങ്കാളിയുടെ കൈപിടിച്ചുകൊണ്ട് നടന്നു പോയതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ നാളുകളിൽ കേരള നിയമസഭയിലേക്ക് അവകാശങ്ങൾ ചോദിച്ചുകൊണ്ട് നടന്നു പോകുവാൻ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ നാളെ കേരളത്തിൽ നയിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും ഈ മാധ്യമ വിചാരണ. ശ്രീ സന്തോഷ് കുമാർ, ജയപ്രകാശ്, ശ്രീ എൻ രാധാകൃഷ്ണൻ, ശ്രീ VV രാജേഷ്, ശ്രീ NM പിയേഴ്സൺ, ശ്രീ PM മനോജ് ചർച്ചയിൽ പങ്കെടുത്തതിന് ഇടവേളയ്ക്ക് ശേഷം എടുത്തിയ സവർ കാണാം. നമസ്കാരം.